നമ്മുടെ രാജ്യത്തിന്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ്, യൂണിയൻ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ്, ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെന്റ് എന്ന നിലയിൽ മോഡി ഗവൺമെന്റിന്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസ് ആണ്. പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ, ഇറ്റ്സ് എ ലൈഫ് സേവിംഗ് ഫോർ ദി NDA ഗവൺമെന്റ്. അതാണ് ആക്ച്വലി വേണ്ടത്. ഒരു NDA കോalitionനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരിയായി പറയുമ്പോഴുള്ള കാര്യം. പൊതുവിൽ ഇതിന്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഐക്യം, കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെന്റിന് യാതൊരു അർഹതയും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം. ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ്, രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ്. അതാണ് ചെയ്തത്. അതുകൊണ്ട് ഫെഡറലിസത്തിന്റെ കാര്യം പറയാൻ മോഡി ഗവൺമെന്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബഡ്ജറ്റും ഈ ബഡ്ജറ്റുമായിട്ട് അതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് കാണാം ചെലവുകളുടെ കാര്യത്തിൽ. എന്നാൽ ചെലവുകൾ ഓരോന്നും എടുത്താലോ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് പല മേഖലയിലും വരുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ചില മേഖലയിലെ സബ്സിഡി, ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിനകത്ത് വന്നിട്ടുള്ള വെട്ടിക്കുറവ് 22-23 2,72,000 കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് കുറഞ്ഞു വന്നു. ഈ വർഷം അത് 2,05,000 കോടിയുണ്ട്. 2,70,000 കോടി 22-23 ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു. ഇതിപ്പോ ഷാർപ്പായിട്ട് 2,05,250 കോടിയായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടെ മറ്റ് ചില മേഖലകളിൽ 2,51,000 ചില്ലാനം കോടി ഉണ്ടായിരുന്ന വളത്തിന്റെ സബ്സിഡി അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് 1,64,000 കോടിയായിട്ടുണ്ട്. അതുപോലെ ഈ ആരോഗ്യരംഗം ചെറിയ ചെറിയ ഓരോ ഹെഡ് എടുത്തു നോക്കിയാലും വലിയ തോതിലുള്ള വെട്ടിക്കുറവ് കാണാം. MNREGയുടെ എടുക്കാം നമുക്ക്. 22-23 തൊഴിലുറപ്പ് പദ്ധതിക്ക് 90,806 90,000-ലധികം കോടി രൂപ ചെലവാക്കിയിരുന്നതാണ്. അതിപ്പോ ഓരോ വർഷം കഴിഞ്ഞു വരുമ്പോൾ കൂടേണ്ടതാണ്. അത് 86,000 കോടിയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ 86,000 കോടിയെ ഇപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അംഗൻവാടിയുടെ പദ്ധതികളിൽ പോഷൻ അഭിയാൻ പോലെയുള്ള കാര്യങ്ങൾക്കും സാധാരണഗതിയിൽ അംഗൻവാടിയും മറ്റുമൊക്കെ കൂടുതൽ വരേണ്ടതാണ്. അവിടെയും കുറവാണ് വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവ് അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള PM ഗരീബ് കല്യാൺ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ 2,72,802 കോടിയാണ് 22-23 ബഡ്ജറ്റിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ റിവൈസ് ബഡ്ജറ്റ് വരുന്നേ ഉള്ളൂ. ഇപ്പോ അതിൽ വെച്ചേക്കുന്നത് 2,05,250 കോടി. ഞാൻ പറഞ്ഞ ഈ ഓരോ കാര്യത്തിലും 2,70,000 നിന്ന് 2 ലക്ഷം ആകുമെന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് വെട്ടിക്കുറവ് വരിക? ഈ മേഖലയിലൊന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്നും ഒരു കാര്യവും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ PM എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കീം, അതിനകത്തൊരു ചെറിയ തുകയാണ് വെച്ചേക്കുന്നത്. 2,733 കോടിയായിരുന്നു. അതിപ്പോ 2,300 കോടിയായി.
ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷനെ പറ്റിയാണ്. അതുകൊണ്ട് ഞാൻ ആ തുക എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഓരോ മേഖല എടുത്താലും ബഡ്ജറ്റിനകത്ത് പണം വെച്ചിരിക്കുന്നതിന്റെ കുറവാണ് കാണാൻ പറ്റും. ബഡ്ജറ്റിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ കഴിയുമ്പോഴേ റെയിൽവേയും മറ്റോരോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വാസ്തവത്തിൽ 10 ലക്ഷത്തിലധികം വേക്കൻസി കേന്ദ്ര ഗവൺമെന്റിൽ കാലിയായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ PSC അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2022-23 കണക്ക് പ്രസിദ്ധീകരിച്ച് പോകുന്നൊരു കാര്യം, അതിനകത്തെ 65% അപ്പോയിന്റ്മെന്റ് കേരളത്തിലാണ് നടക്കുന്നത്. ബാക്കി സ്റ്റേറ്റുകളിൽ പൊതുവെ നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിൽ മാത്രം 10 ലക്ഷത്തിലധികം വേക്കൻസിയാണ്. അത് അവർ അപ്പോയിന്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ ചില ജോലികൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ അധികം ജോലികളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ തന്നെ 5000 രൂപ വെച്ചുള്ള ഒരു അപ്രന്റീസ്ഷിപ്പിന്റെ കാര്യം പറഞ്ഞു. 2 ബഡ്ജറ്റ് മുമ്പിൽ കേരള ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ആ സ്കീം. അത് നടപ്പിലാക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെ പൊതുവിൽ സർക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ചെലവാക്കാൻ തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ ഇത്രയും ജനവിരുദ്ധമായ, നിരാശാജനകമായ, രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഞങ്ങളൊരു പാക്കേജിന്റെ കാര്യം പറഞ്ഞു, അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് 2ാമതോ 3ാമതോ പ്ലേസ് ചെയ്ത പേപ്പർ സാധാരണ FRBM ആക്ട് അനുസരിച്ചുള്ള കണ്ടീഷൻസ് ആണ്. ആ FRBM ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള തുക പോലും കേരള സംസ്ഥാനത്തിന് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞു, ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിക്കുന്നുണ്ട്. കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചു. അവർ ചോദിച്ചതുകൊണ്ടല്ല, അവര് ചില വികസന കാര്യങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളോ നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞ് ആ പണം ഒരു പാക്കേജായിട്ട് വേണമെന്ന് പറഞ്ഞു. 24,000 കോടി. അതിനെപ്പറ്റി മിണ്ടിയില്ല. ആകെ ഈ 2 സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്ന പോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാ. 1 രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് വെച്ചോ. കേരളം ഇന്നിപ്പോ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ, ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു പണം അതിൽ വെച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഏറ്റവും ചെറുത് പോട്ടെ ഒരു എയിംസ് എത്ര വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, സ്ഥലം ഉൾപ്പെടെ മാറ്റിയിട്ടു. അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു. ഇനിയിപ്പോ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം പറയുമെന്ന് എനിക്കറിയില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനമുണ്ട്. അപ്പൊ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞാൽ, BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാണല്ലോ 7 പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ. അപ്പൊ BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന കാര്യം. ഇതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് BJPയുടെ 2 MP-മാർ, ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണ്, ഒരാൾ MP അല്ല, മന്ത്രിയാണ്, 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെയുള്ള സമീപനം സ്വീകരിക്കണം. കേരളത്തിൽ നിന്നുള്ള UDF-ന്റെ MP-മാര്, കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, മറ്റ് MP-മാർ, LDF-ന്റെ രാജ്യസഭാ അംഗങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംയുക്തമായിട്ട് കേരളത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തുന്നതല്ല. അത്രയേറെ വിഷമകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. ആ ഇൻകം ടാക്സിന്റെ കാര്യത്തിനകത്തും വാസ്തവത്തിൽ വലിയ സ്കെയിലിൽ നിന്നും വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഒരു ഫസ്റ്റ് സ്കെയിലിൽ മാത്രമേ വരുത്തിയിട്ടുള്ളത്. കാര്യമായ ഗുണം ആളുകൾക്ക് ഉണ്ടാവുന്നതല്ല. ഒരു 3 സ്കെയിൽ, ഏറ്റവും ലോവർ സ്റ്റാർട്ടിംഗ് സ്കെയിലിൽ 3 സ്കെയിലിൽ ചെറിയൊരു വ്യത്യാസം, അതിനകത്തൊരു 5% വ്യത്യാസം. ആ താഴത്തെ വരുമാന പരിധി മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി വ്യക്തിപരമായ ഇൻകം ടാക്സിനേക്കാളും കുറവാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിലേക്ക് കാര്യം വരിക. 5% വിദേശത്തു നിന്നുള്ള കമ്പനികളുടെ കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്, ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത്. അത് വല്ലാത്തൊരു, ഈ ഗവൺമെന്റ് അധികം മുന്നോട്ട് പോവില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്തോന്നറിയില്ല. ഞാനത് ഇപ്പൊ വന്നൊരു ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഉടനെ അത് പറയാനാളല്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥിതി കാണുമ്പോൾ വല്ലാത്തൊരു
അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വല്ലാത്തൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് അങ്ങേയറ്റം എതിരാണ്. എല്ലാവരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതാണ് ഈ ബഡ്ജറ്റിന്റെ സമീപനം. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാജ്യത്തിന്റെ ആരോഗ്യമല്ല, മോഡി ഗവൺമെന്റിന്റെ ആരോഗ്യവും ആയുസ്സും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഓരോ സ്റ്റേറ്റിന്റെയും കണക്കുകൾ എടുത്തു പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന് നിങ്ങൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആവുമ്പോൾ രാഷ്ട്രീയ പ്രചരണം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പറയാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വരുമാനത്തിന്റെ കാര്യം വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി, ടാക്സ്, മറ്റു വരുമാനങ്ങൾ, ഗ്രാന്റ് നമുക്ക് കിട്ടുന്നില്ല. ഈ ചാർട്ട് ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഗ്ലാൻസിലുള്ളതാണ്. ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആണിത്. ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ ട്രാൻസ്ഫർ വർദ്ധിച്ചു വരികയാണല്ലോ. കേരളത്തിന് മാത്രം ഇത് കുറയുക. ഇനി വേറെ ചില സ്റ്റേറ്റിലുണ്ടോന്ന് അറിയാം. നേരത്തെ കർണാടകത്തിന്റെ പരാതി ഉണ്ടായിരുന്നു. ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. കേരളത്തിന് ഈ ഭാഗത്ത് 47,000 കോടി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ എല്ലാം ഇവിടെ 47,000 കിട്ടി ഇങ്ങനെ മേളോട്ട് പോകേണ്ടതിന് പകരം ഈ 47,000 പകരം താഴോട്ട് വന്ന് 33,000 കോടി രൂപ ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം 11,000 കോടിയേ ഉള്ളൂ. ഗ്രാന്റും കഴിഞ്ഞ വർഷത്തെ 11,000 കോടിയും ടാക്സും കൂടെ ചേർത്താൽ 32,000 കോടിയേ ഉള്ളൂ. 47,000 കോടി 4 വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറയുകയാണ്. ഞാൻ പറഞ്ഞു, ഈ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് 21% കേരളത്തിന്റെ ആകെ റവന്യൂ ചെലവിന്റെ, കേരളത്തിന്റെ ആകെ ചെലവിന്റെ 21% ഇന്നിപ്പോ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരേണ്ട വിഹിതത്തിന്റെ ഭാഗമായി തരുന്നുള്ളൂ. വളരെ വലിയ കുറവാണ്. ബീഹാറിന് 71% കിട്ടുന്നത്. യുപിക്ക് 47%-ലധികം കിട്ടുന്നത്. ഇന്ത്യൻ ശരാശരി 47-48%. കേരളത്തിന് മാത്രം 21% കിട്ടുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു കണക്കല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനകത്തെ കണക്കാണ് 21%. അതുകൊണ്ട് ഇതിനെല്ലാം കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സമീപനമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു സമീപനമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് തിരുത്തുകയും സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വിഹിതം നൽകുകയും വേണം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ബാക്കി വിശദമായ കാര്യങ്ങൾ നിങ്ങൾ ഓരോ മേഖലയിലും നോക്കി വാർത്തകളിൽ കൊടുക്കും. അത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്. രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കുക. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്ത് ന്യായമായൊരു അർഹതയുണ്ട്. എല്ലാ ജനങ്ങൾക്കും അവർക്ക് അർഹമായ പരിഗണന കിട്ടണം എന്ന ബോധത്തോടു കൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകണമെന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വോട്ടിന്റെ കുറയ്ക്കുന്നത് അത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിന്റെ വരുമാനത്തിൽ മൊത്തം ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ചില മേഖലയെ കുറയ്ക്കുന്നതിന്റെ എഫക്ട് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മിനറൽസിന്റെ കാര്യം പറഞ്ഞു. ഈ മിനറൽസിന്റെ കാര്യം പറയുമ്പം എല്ലാ മിനറൽസും ഇറക്കുമതി ചെയ്യുന്നത് ഒരേപോലെ ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം നോക്കിയേ പറ്റൂ. പ്രത്യേകിച്ചും നമുക്കിപ്പോ മിനറൽസ് വളരെ പ്രധാനം കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ റെയർ എർത്ത് ആണ്. റെയർ എർത്ത് മേഖലയിൽ എന്താണ് കാര്യം എന്നറിയില്ല. നമുക്ക് 100-130 കോടി രൂപ വരെ ലാഭം കിട്ടുകയും വളരെ ലാഭകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. മിനറൽസ് ആൻഡ് മെറ്റൽസ്, KMML, ടൈറ്റാനിയം, ഇതുപോലുള്ള ചില മിനറൽസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ മിനറൽസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതേസമയം ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സൂററ്റിനെ കേന്ദ്രീകരിച്ചുള്ള ഡയമണ്ട് ഇൻഡസ്ട്രി തുറമുഖത്ത് വരുന്നത് തിരിച്ചയക്കുന്നു. അത് ചിലപ്പോൾ ആ ഇൻഡസ്ട്രിക്ക് സഹായകരമാകും. ഓരോ വിഷയങ്ങളും അങ്ങനെ നോക്കിയാലേ അറിയൂ. ഇറക്കുമതിയുടെ കാര്യത്തിനകത്ത് ഗോൾഡിന്റെ കാര്യത്തിൽ പിന്നെ ചിലപ്പോൾ അത് കള്ളക്കടത്തിനെ നിയന്ത്രിക്കാനൊക്കെ ആയിരിക്കും. അതിന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ടതാണ്. എന്തായാലും ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കൊമേഴ്സിന്റെ കാര്യത്തിൽ ചില ടാക്സ് കുറച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ എഫക്ട് നമ്മുടെ ടാക്സിന്റെ ഓരോ എഫക്റ്റ് നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. അത് പൊതുവിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വന്നതല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഇതിപ്പോ മിക്കവാറും സ്റ്റേറ്റുകൾ അതിശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ കാര്യം മാത്രമല്ല, മിക്കവാറും സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പോൾ വന്ന റെസ്പോൺസ് അനുസരിച്ചിട്ട് ശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട്. എംപിമാര്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അതിശക്തമായിട്ട് ഡൽഹി എന്ന് പറയുന്നത് കേട്ടു. മറ്റ് എംപിമാരും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയാണ് ഇക്കാര്യം വരുന്നത് ഇപ്പോൾ. കാരണം രാജ്യത്ത് ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. എല്ലാ സ്റ്റേറ്റുകൾ കൂടി കിട്ടേണ്ട റിസോഴ്സ് ആണ് കേന്ദ്ര ഗവൺമെന്റിലാണിപ്പോ 65
25% റിസോഴ്സസും കേന്ദ്ര ഗവൺമെന്റിനാണ് കിട്ടുന്നത്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ടാക്സ് എല്ലാം പിരിക്കുന്ന അവരാണ്. എന്ന് മാത്രമല്ല ഓരോ ദിവസവും പുതിയ മേഖലയെ കടന്നു കയറാൻ ശ്രമിക്കുക. അപ്പൊ ആ ടാക്സ് എല്ലാം പിരിക്കുന്നത് കൊടുക്കേണ്ടത് ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ വേണ്ടേ? ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് വിതരണം ചെയ്യണമല്ലോ സ്റ്റേറ്റുകൾക്ക്. അതിനു പകരം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ 2 പേർക്ക് മാത്രം കൊടുക്കുക, 3-4 പേർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധം വരും എന്ന് മാത്രമല്ല, എംപ്ലോയ്മെന്റ് ജനറേഷനും ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല, ഇതുവരെ നോക്കിയത്. അപ്പൊ അത് ശക്തമായിട്ടുള്ള ഒരു പുനരാലോചനയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവേണ്ടി വരും. അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അവർ കൂടുതൽ ഒറ്റപ്പെടും. കാരണം ഞാൻ നിങ്ങളുടെ മുന്നേ സംസാരിക്കുമ്പോൾ പ്രതീക്ഷയോടെ പറഞ്ഞു ഇപ്രാവശ്യം ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, പൊളിറ്റിക്കലായിട്ട് BJPക്ക് തിരിച്ചടി ഉണ്ടായത് കാർഷിക മേഖലയിലെ നയങ്ങൾ കാരണം, വ്യവസായ നയങ്ങൾ കാരണം, തൊഴിലാളികളുടെയും കർഷകരുടെയും സമരം, ചെറുപ്പക്കാരുടെ സമരം, ഇതൊക്കെ വന്നല്ലോ. അതിനെ ഒന്നും അഡ്രസ് ചെയ്യുന്ന ഒരു സമീപനവും കണ്ടില്ല. ആകെ അഡ്രസ് ചെയ്യുന്നത് ഘടകകക്ഷികളായിട്ടുള്ളവരെ അഡ്രസ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചതെന്നതാണ് പ്രശ്നം. ഇപ്പൊ ഇതിനകത്ത് 4.9 എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവർ പറയുന്നിടത്തേക്ക് നിൽക്കാറില്ല. ഇപ്പൊ തന്നെ ആകെയുള്ള വരുമാനത്തിന്റെ 25%ഓളം ആകെയുള്ള ബഡ്ജറ്റിന്റെ 48 ലക്ഷം കോടിയാണ് ടോട്ടൽ ബഡ്ജറ്റ് സൈസ്. അതിന്റെ 25% 25% പലിശ കൊടുക്കാനാണ്. അത്രയും അധികം കടമെടുത്തിട്ടുണ്ട്. ഇപ്പം എടുക്കുന്ന കടവും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കടത്തിനേക്കാളും കുറച്ചു വരുമെന്നാണ് കണക്ക് കാണുന്നത്. ഫൈനൽ വരുമ്പോൾ അത് കൂടി വരുന്നതാണ് കാണുന്നത്. എന്തായാലും ഇപ്രാവശ്യം ആകെ 48 ലക്ഷം കോടി ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ 34% ബോറോയിങ്. ആ ബോറോയിങ് വീണ്ടും അധികം വരാൻ തന്നെ സാധ്യത. കാരണം റവന്യൂ റിസോഴ്സസ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുകയും പൊതുവായ ധന ആരോഗ്യവും കുറയും. കാരണം ടാക്സ് മേടിക്കാവുന്ന സെക്ഷനുകളിൽ നിന്ന് ടാക്സ് മേടിച്ച് വരുമാനം വർദ്ധിപ്പിക്കണ്ടേ, അത് കാണുന്നില്ല. അതെന്തായാലും കഴിഞ്ഞ കുറെ വർഷം എടുത്ത് നോക്കുമ്പോൾ ആ മേഖലയിലൊന്നും ഗുണകരമായ ഒരു അവസ്ഥയല്ല കാണുന്നത്. ഇവരാണ് കേരളത്തിലായ കടക്കണിയിലായി പ്രശ്നമായി പോകുന്നെന്ന് പറയുന്നതോട് ആലോചിക്കണം. കേരളത്തില് ഈ ലെവലിലൊന്നും കടമില്ല. കേരളത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ വർഷം 2.8 അതിനങ്ങേ വർഷം 2.44 അവിടെയാണ് 4.9 അവർ പറയുന്നത് തന്നെ. അല്ല, 4.9 ഇപ്പം റിവേഴ്സ്. നേരത്തെ 5.1 ആകുമെന്നാണ് ഇടക്കാല ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇപ്പൊ അത് റിവേഴ്സ് ചെയ്തിട്ട് 4.9% ആവുമെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു 16 ലക്ഷമോ 17 ലക്ഷം കോടി രൂപ കടമെടുക്കേണ്ടി വരുമെന്നാണ്. അല്ല, ആക്കണമെന്നാണ് നിയമം. പക്ഷെ അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ പോകുന്നില്ല. എന്നാൽ സ്റ്റേറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കൊടുക്കുന്നില്ല. കടം എടുക്കേണ്ടി വരില്ല എന്നുള്ള അഭിപ്രായമല്ല, കടം എടുക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ അഭിപ്രായം. കടം എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കണം, ഡെവലപ്മെന്റ് ഉണ്ടാവണം. കടമേ ഇല്ല എന്നുള്ളത് എപ്പോഴും വികസനത്തിന്റെ അടിസ്ഥാനമല്ല. നമുക്ക് കടമെടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി നാട് പുരോഗതിയിലേക്ക് പോവുക, അതിന് നമ്മൾ എതിരല്ല. പക്ഷെ അത് തന്നെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ അവരുടെ കടം എഫക്റ്റീവ് അല്ലാതെ കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ, എംപ്ലോയ്മെന്റ് ജനറേഷനും വ്യവസായങ്ങളുടെ പുരോഗതി ഒന്നും കാണുന്നില്ല, കൃഷിയുടെ മേഖലയിൽ കാണുന്നില്ല, അതൊന്നും കാണാത്ത അവസ്ഥയുണ്ട്. കേസ് നിൽക്കുന്നതുകൊണ്ട് സഹായിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അച്ഛനും മക്കളും തമ്മിൽ, സഹോദരന്മാരും തമ്മിൽ വഴക്കുണ്ടാവുന്നതുകൊണ്ട് വീട്ടില് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇത് ഇന്ത്യ രാജ്യത്തല്ല, ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറയാൻ എന്താണ്? ഇതുകൊണ്ട് അങ്ങനൊരു ദാദാപീസി കൈകാര്യം ചെയ്യാവുന്ന കാര്യമല്ലല്ലോ. ഇത് ഇന്ത്യയുടെ മൊത്തം പ്രോപ്പർട്ടി, കേരളത്തിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടി, കേരളത്തിന് അവകാശപ്പെട്ട റവന്യൂ, ആ റവന്യൂ അവരുടെ കയ്യിലാണ്, കേന്ദ്രത്തിന്റെ കയ്യിലാണ് കൂടുതൽ റവന്യൂ കളക്ട് ചെയ്യാൻ ഇപ്പോഴത്തെ നിയമം എന്നുള്ളതുകൊണ്ടാണ് അവരുടെ കൈ കിട്ടുന്നത്. അത് കേരളത്തിന് അവകാശമില്ലാത്തതാവുന്നില്ല. നമ്മളിവിടെ മറ്റൊരു സ്റ്റേറ്റിൽ ചോദിക്കുന്ന പോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പ്രത്യേകം തരണമെന്ന് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. നമുക്ക് തരാനുള്ള എലിജിബിൾ ആയിട്ടുള്ള പണം തരണമെന്നുള്ളതാണ് പ്രശ്നം. അത് തരാത്തതുകൊണ്ടാണ് കോടതി പോയത്. കോടതി പോയി തീർക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നല്ല പക്വതയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താ, ഈ കാര്യത്തിനകത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ അവരാ ശ്രമിക്കുന്നത്. അതെ,
അതിലില്ല. കേസിന്റെ കാര്യം ഇതുമായിട്ടൊരു ബന്ധമില്ല. കേസിന്റെ കാര്യത്തിനകത്ത് നമുക്ക് തരാനുള്ള ആ കണക്കിനകത്തുള്ളത് തരുന്നത് മാത്രമേ ഉള്ളൂ. കോടതി എന്താ പറഞ്ഞേ, നിങ്ങൾ ഇതിന് കേസിലൊന്നും വരേണ്ട കാര്യമില്ല, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക്. ഇതുപോലുള്ള കാര്യം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇഷ്യൂ, പ്രത്യേകിച്ച് ഈ ധനം സംസ്ഥാന കേന്ദ്രം തമ്മിലുള്ള ധനവിനിയോഗത്തിന്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസ് വരുന്നത്. അവർക്ക് അത്രയും ഇത് ഈ ഒരു മേഖലയിൽ സാധാരണ വരാറില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്ക്. അങ്ങനെ ചർച്ച ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞതിന്റെ അന്ന് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒരു ആക്ടും ബില്ലുമൊക്കെ പ്രസന്റ് ചെയ്യേണ്ട ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആ ചർച്ച പങ്കെടുക്കാൻ പോയി. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്ത് തീർക്കണമെന്നാണ്. വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല. സ്റ്റേറ്റിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം പറയുകയാണ്, ഇതെല്ലാം ഉള്ളപ്പോഴും സംസ്ഥാനം ധനകാര്യ കാര്യങ്ങളിൽ പുറകോട്ട് പോവല്ല ചെയ്ത്, നമുക്ക് വിചാരിക്കുന്ന കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 1,20,000 കോടി, അതാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കിയത്. അന്നാണ് എല്ലാവർക്കും കിറ്റ് കൊടുക്കുകയും ധാരാളം കാര്യങ്ങൾ. 1,20,000 കോടി ചെലവാക്കിയ സമയത്ത് ഇപ്പോ 1,60,000 കോടി ശരാശരി ചെലവാക്കുന്നു. പക്ഷെ 1,80,000 അതിൽ കൂടുതൽ ചെലവാക്കേണ്ടതാണ്. കാരണം ആ വരുമാനം ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ആ വരുമാനം കിട്ടുന്നില്ല. ആ വരുമാനം തരാതിരിക്കുന്നതിന്റെ കാരണം കേന്ദ്രത്തിന്റെ നിലപാടാണ്. പക്ഷെ 40,000 കോടി ഒരു വർഷം ശരാശരി അധികം ചെലവാക്കുന്നുണ്ട്. അത് കേരളത്തിന് തരേണ്ട പണം തരാതിരുന്നിട്ടും എഫക്റ്റീവായിട്ട് നമ്മൾ ഈ കിട്ടാനുള്ള പണമെല്ലാം കളക്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് പറ്റുന്നത്. പക്ഷെ ഈ തരാനുള്ള പണം തന്നാൽ എത്രയോ കാര്യം കൂടുതൽ ചെയ്യേണ്ടതാണ്, അത് കിട്ടുന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായി നമ്മൾ അതിന്റെ കൂടെ 3-4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 24,000 കോടിയുടെ പാക്കേജ് ചോദിച്ചു കഴിഞ്ഞാൽ 24,000 കോടിയില്ല, ചിലപ്പോൾ 20,000 തരാം, 12,000 തരാം. ഒരു റീസൺ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളിപ്പോ ആകാശത്തു നിന്ന് ഒരു എമൗണ്ട് അങ്ങ് എത്തിയതല്ല. 2 വർഷത്തിൽ ഞങ്ങൾക്ക് എടുക്കേണ്ട ബോറോയിങ് ലിമിറ്റ് തന്നെ കുറച്ചത് നോക്കിയാൽ 2.44 ആണ് 2022-23 തന്നെ. അന്ന് 3.5 തരേണ്ടതാണ്. ആ 1% എന്ന് പറഞ്ഞാൽ 12,000, 14,000, 15,000 കോടിക്ക് അടുത്ത് വരും ഒന്നേശിക്കാരൻ. കഴിഞ്ഞ വർഷം 2.8 തന്നുള്ളൂ. 3.5 എടുക്കേണ്ടതാണ്. അതിൽ തന്നെ ഒരു 8,000 കോടിയിലധികം എന്നാണ് എന്റെ കണക്ക്, ഞങ്ങളുടെ ഒരു കണക്ക്. ആ കണക്ക് നോക്കുമ്പോൾ തന്നെ 24,000 കോടിയുണ്ട്. അപ്പൊ ആ കിട്ടേണ്ട കണക്ക് മാത്രമല്ല, നാഷണൽ ഹൈവേക്ക് ഇപ്പൊ നാഷണൽ ഹൈവേ പറഞ്ഞില്ല, ഇപ്പൊ നല്ലതാണ്. ബീഹാറിൽ പുതിയ നാഷണൽ ഹൈവേ ഓരോ സ്റ്റേറ്റിലും പറഞ്ഞു. കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ നമ്മൾ ആകെ ഉണ്ടാവുന്ന ലാൻഡ് അക്വിസിഷന്റെ 25% നമ്മൾ കൊടുക്കണം. 6,500 കോടി നമ്മൾ കൊടുക്കണം. കേരളത്തിന് എന്താ അങ്ങനെ വേറെ കൃത്യം? കേരളത്തിന് ഭൂമിക്ക് വില കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത്. ഭൂമിക്ക് വില കൂടുതലാണെങ്കിൽ അത്രയേറെ വണ്ടി ഓടുന്നുണ്ട് കേരളത്തിൽ. വേറെ സ്ഥലത്ത് ഓടുന്ന 1 കിലോമീറ്റർ സ്ഥലത്ത് ഓടുന്ന വണ്ടിയുടെ നമ്പറിനേക്കാൾ കൂടുതൽ വണ്ടിയുണ്ട്. കളക്ട് ചെയ്തിട്ട് ടോൾ കളക്ട് ചെയ്ത ഈ റോഡ് വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു 2 റോഡുകൾക്ക്, കൊല്ലം ചെങ്കോട്ട പിന്നെ നാഷണൽ ഹൈവേയുടെ പുതിയ ഗ്രീൻ ഫീൽഡ് ഹൈവേയും അതുപോലെ മറ്റേ കുണ്ടന്നൂർ അവിടുത്തെ റോഡിനും നമുക്ക് കിട്ടേണ്ട GSTയും റോയൽറ്റി ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു. 1,000 കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ഇത് അംഗീകരിച്ചു. CM-ഉം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേർന്നു. അദ്ദേഹത്തിന്റെ NHAIയും മറ്റൊരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 1,000 കോടിയോളം രൂപ നമുക്ക് നഷ്ടം വരും. പിന്നെ GSTയും അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ഈ പാറ ഖനനത്തിന്റെ റോയൽറ്റി. അത് കേരളം പോലുള്ള സംസ്ഥാനം ഇത് ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒഴിഞ്ഞ് തരണം, നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാലേ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കലല്ലേ? എന്താ മറ്റ് സ്റ്റേറ്റിന് അത് ബാധകമല്ലാത്ത? ഒറ്റ സ്റ്റേറ്റിനും ഇല്ലാതെ. അതുപോലെ വിഴിഞ്ഞം പോലൊരു പദ്ധതി ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖങ്ങൾ പലതുണ്ട്. അതിനേക്കാൾ എത്രയോ വലിയ പദ്ധതിയാണ് അത്. നമ്മുടെ മാത്രം ഇപ്പൊ വിഴിഞ്ഞം ഡെവലപ്പ് ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജോലി ചെയ്യുന്നൊരു സ്ഥലമാണോ? ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വന്ന് ജോലി ചെയ്യേണ്ട സ്ഥലമല്ലേ? ലോകത്തു നിന്ന് എല്ലാവരും വരുന്നൊരു പ്രധാന കേന്ദ്രമാവില്ലേ? ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു ബൂസ്റ്റർ അല്ലേ? അതിനെന്താ കാണാത്തത്? അപ്പൊ രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമുണ്ട് അതിനകത്ത്. അത് ശരിയല്ല. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ വിഷയം.
കേരളത്തിൽ കിട്ടാറുണ്ടോ അറിയാതെയാണോ കേട്ടു നമ്മളവിടെ അപ്പൊ പ്രതികരിച്ചില്ലല്ലോ അങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തുടങ്ങിയിട്ടോ ഓക്കെയാ അതെ കണക്ക് വെച്ചിട്ടാണോ ചോദിച്ചാ കേരളത്തിലെ കൃത്യമായ രീതിയിൽ എത്ര എന്നുള്ളത് സംബന്ധിച്ചുള്ള കണക്കുകൾ തന്നിട്ടില്ല. ധർമ്മത്തിൽ നടത്തുന്നത് രാഷ്ട്രീയപരമായ പ്രസ്താവനയാണെന്നാണ് പറയുന്നത്. കേന്ദ്രനും അതോടൊപ്പം തന്നെ ലീഗലും. ഞാൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാം നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റിന്റെ ഗ്ലാൻസ് ആണ്. ഇന്നിപ്പോ ആധുനിക സാങ്കേതിക വിദ്യയുണ്ട്. മുഴുവൻ ബഡ്ജറ്റ് പ്രസംഗവും കേട്ട് ഈ കാര്യങ്ങളെടുത്ത് അവിടെ നിന്നുള്ള കണക്കെടുത്തിട്ടാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വരാനുണ്ടാവും. പക്ഷെ ഇതിനകത്ത് ആകെ തുക 48 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതിന് വ്യത്യാസമില്ല. ഇതിനകത്ത് ഓരോ ഹെഡും ആ ഹെഡുകൾ മേജർ ഹെഡുകളിൽ ഇത്ര പണം കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോന്നും എടുത്തിട്ടാണ്. ഇനി ബഡ്ജറ്റിന്റെ അകത്തെ ഡീറ്റെയിൽസിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് സ്കീം കാണും. പക്ഷെ ആകെയുള്ള തുകയിൽ ഞാൻ ഈ പറഞ്ഞ യൂറിയയ്ക്ക് ഇത്ര 70,000 കോടി രൂപ വളം സബ്സിഡി വെട്ടിക്കുറച്ചു. ഫുഡ് സബ്സിഡി ഏകദേശം പിന്നെ അതും 10,60,000 കോടിയിലധികം വെട്ടിക്കുറച്ചു. അംഗൻവാടി മേഖലയിൽ കുറഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കണക്കിൽ നിന്നാണ് എടുത്തത്. കേരളത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. കേരളം ചോദിച്ചപ്പോൾ ആന്ധ്രയുടെ കാര്യം പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ബീഹാറിലെ വിവിധ ഡെവലപ്മെന്റ് പറഞ്ഞല്ലോ. നമുക്കൊരു പദ്ധതികൾ ഏതെങ്കിലും പറയുന്നത് കേട്ടില്ല. ടൂറിസം പദ്ധതി ആയാലും വിഴിഞ്ഞം പദ്ധതി ആയാലും ഒക്കെ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും കേരളത്തിന് ഇനി കൂടുതൽ വരാനുണ്ടെന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞത് BJP നേതാക്കന്മാർ പറഞ്ഞായിട്ടാണ്. കേരളത്തിന് ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ അവര് നൽകാതിരിക്കുക വേണ്ട. ഈ തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. കേരളത്തിന് ബഡ്ജറ്റില് കൂടുതൽ ഇനിയും അതിനകത്ത് ഇനിയും ആയാലും കറക്റ്റ് ചെയ്ത് തരാമല്ലോ. അതിനകത്ത് നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴത്തെ ചെയ്ത പോലെയാണെങ്കിൽ ഇങ്ങനെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളത്തിന് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ സൈസ് കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാൻ പാടില്ല എന്നുള്ളതേ ഞാൻ പറയുന്നു.